അപ്പൊ നമുക്കിന്നത് ഈ കാണിക്കുന്ന പോലത്തെ റാബിറ്റിനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? ഈ സ്പ്രിംഗ് പോലത്തെ ഈ റാബിനെ ഉണ്ടാക്കാൻ ആകെ ഒരു ഷീറ്റ് പേപ്പറിന്റെ കാര്യമേ ഉള്ളൂ. ആദ്യമേ തന്നെ കട്ടിയുള്ള ഒരു പേപ്പർ നീളത്തിൽ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാണിക്കുന്ന പോലെ മടക്കുക. നീളം കുറവാണെങ്കിൽ കുറച്ച് പേപ്പറും കൂടെ ഒട്ടിച്ച് മടക്കിയാൽ മതി. എന്നിട്ട് അവസാനം പശയാണെങ്കിൽ കാണിക്കുന്ന പോലെ താഴെ മണ്ടയ്ക്കും ഓപ്പൺ ആയിട്ടിരിക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി എന്തെങ്കിലും പീസ് വരുവാണെങ്കിൽ നമ്മൾ അതിനെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ സ്പ്രിംഗ് പോയിരിക്കുന്നതാണ് നമ്മുടെ റാബിറ്റിന്റെ ബോഡി. ഇനി നമുക്ക് ഇതിന്റെ ചെവിയും തലയും കാലും കൈയും ഒക്കെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത് കട്ട് ചെയ്തത് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കാണിക്കാൻ കുറച്ച് പാടാണ്. ഇതിൽ കാണുന്ന പോലെ വരച്ചതിന് ശേഷം അതിന്റെ സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആകെ ഇത് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പറും പിന്നെ ഈ കാണുന്ന 2-3 കളർ സ്കെച്ചും മാത്രം മതി. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡയറക്റ്റ്ലി നമ്മൾ തല കൊണ്ട് ഒട്ടിക്കരുത്. ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് അത് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ മണ്ടേ വേണം നമ്മൾ ഇതിന്റെ തല ഒട്ടിക്കാൻ. അതിന്റെ ലാസ്റ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ കൈയും കാലും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ കമന്റ് ബോക്സിൽ പറയാം. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.